പൊളിപ്പിച്ചിട്ട് അമ്മ മുകളിൽ കേട്ടോ. ഇത് ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ്. നമുക്കിവിടെ എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലതെല്ലാം നല്ലത് കവർ മുളക് പൊടിയാണ് മേടിക്കണത്. പൊടിപ്പിച്ച മുളക് പൊടി പൊടി അവിടെ മഴയല്ലേ, ഉണക്കി എടുക്കുമ്പോൾ തന്നെ മല്ലിപ്പൊടി ശരി പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സാമ്പാറിന് കുറ്റം പറയും കാഴ്ച, സാമ്പാറിന് ഇവിടെ കുറ്റം പറയുകയും ചെയ്യും. നല്ല സാമ്പാറല്ലേ ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒന്നും കാണില്ല, അറിഞ്ഞൂടെ ഇവർക്ക്, ഇവക്കൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഇത് സാമ്പാർ പൊടി അതറിഞ്ഞൂടെ? 1 ടേബിൾ സ്പൂൺ ഒന്നുമല്ല, ഇടണം അങ്ങോട്ട്. അപ്പം ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാം. ഞാൻ ഇവരെ സാമ്പാറിലേക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. സാമ്പാർ ഇളക്കണ സാമ്പാർ കൊല്ലാനുള്ള പുറപ്പാടാണ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 1 ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ലൈവിലും ഷോർട്സിലും ഫുൾ വീഡിയോ ഒക്കെ ചോദിച്ചു ചേച്ചി ഒരു 1 ഡേ വീഡിയോ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 1 ഡേ വീഡിയോയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ കല്ലും കൂടെ ഉണ്ട് കേട്ടോ. കല്ലു ഗുഡ് മോർണിംഗ് പറഞ്ഞ രാവിലെ തന്നെ ഒന്നും പറയണില്ല കേട്ടോ. ആള് അവിടെ എന്ത് നടക്കണമെന്ന് അറിയാൻ വേണ്ടി ഫോണിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുകയാണ്, ക്യാമറയിൽ എന്ത് നടക്കണമെന്നല്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് 1 ഡേ വീട്ടിലേക്ക് പോകാം. എന്ന് നമ്മൾ രാവിലെയാണ് ജോലി എടുക്കാറ്, ലൈവും വീഡിയോസ് ഒക്കെ ഇടുന്നതുകൊണ്ട് 5:30 നമ്മൾ ജോലി ചെയ്ത് തീർക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം 8:30 ആയിട്ടുണ്ട്. 8:30 സമയം നമുക്ക് 8:30 വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലീനിലേക്ക് പോകാം. എന്തൊക്കെയായാലും അറിയണം. അല്ല അതാണ് നമ്മുടെ റൂം, ഇതാണ് നമ്മുടെ റൂം. കണ്ട കല്ല് ആക്കി വെച്ചിരിക്കുന്നത് കണ്ട കോലങ്ങൾ. നമ്മൾ ഇവിടെ കെട്ടിയിരുന്ന പാവകളാണ് ഈ തറയിൽ കിടക്കുന്നത് മൊത്തം കേട്ടാ. എല്ലാം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മേടിച്ച് തറയിടുന്നതാണ്. ഒന്നും ഉരുക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കിട്ടണം. എൻ്റെ കല്ല് എല്ലാം നല്ലതുണ്ടാവും വാരി വരച്ചിട്ട്. അപ്പം നമുക്കെല്ലാം ഇവിടെ മുതൽ ക്ലീനിങ് തുടങ്ങി. ഇവിടുന്ന് നമ്മുടെ കിച്ചൺ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കിച്ചൺ വരെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ക്ലീനിങ് സെക്ഷനിലേക്ക് പോകാം. അപ്പം നമ്മൾ ബെഡൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വൃത്തിയാക്കുമ്പോൾ എന്താ കണ്ടില്ലേ, അടുത്ത വലിച്ച് വാരാൻ വേണ്ടി നമ്മുടെ കല്ലുവിന്റെ കുഞ്ഞും ഇവിടെ കിടപ്പുണ്ട്. വന്ന് കിടക്കുകയാണ് കേട്ടോ. കണ്ട കണ്ട ഹായ് പറഞ്ഞു എല്ലാവർക്കും. ഹായ് പറ ഒന്ന്. ഹായ് ഹായ്. ഉറങ്ങുന്നത് എങ്ങനെ കല്ലു ഉറങ്ങുന്നത് എങ്ങനെ കുഞ്ഞാമയും കൊണ്ട് നല്ല കളിയിലിരിക്കുകയാണ് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും ഒതുക്കി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ വലിച്ചു വാരും. ഞാൻ എപ്പോഴും എനിക്ക് ഭ്രാന്ത് കയറി ഞാൻ പറയാറുണ്ട്. കാരണം വെച്ചാൽ കണ്ട എന്തൊക്കെയോ പറയാറ്, കളിക്കാൻ കയറി വരാനാണ് പറയണത്. അമ്മ എപ്പോഴും പറയും, അല്ല ഞാൻ എപ്പോഴും പറയും എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇത്രയും സാധനങ്ങൾ രാവിലെ എങ്ങനെ ഇതെല്ലാം വലിച്ചു വരും. ദിവസവും ഉണ്ട്, ദിവസം തന്നെ. അപ്പോൾ അമ്മ പറയും വലിച്ചു വരാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്ന് അമ്മ ചോദിക്കാറുണ്ട്. നീ കാരണം ഇത്രയും ഞാൻ വലിച്ചു വരാൻ ഒതുക്കി വെക്കണം അറിയാമോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒതുക്കാം. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ വെച്ചാൽ പാവ കെട്ടലാണ് കണ്ട. അതിലൊരു പള്ളി മാത്രം കിടക്കണ കണ്ട. ഇത് മുകളില് ഒരു പള്ളി മാത്രമുണ്ട്. അത് വലിച്ചു പൊട്ടിച്ചാണ് എടുത്തത് അശ്വതി. ഇതാണ്ട് ഈ ക്യാമറ എടുക്കുന്നത് നമ്മുടെ അശ്വതിയാണ് അത് വലിച്ചു പൊട്ടിച്ചത്. ചിരിക്കണ്ട. അപ്പൊ നമുക്കിത് കെയർ കെട്ടണം. എനിക്ക് ഹൈറ്റിലൊന്നും ഞാൻ കെയർ കെട്ടണം. എന്തായാലും നമുക്ക് അതിന്റെ സെക്ഷനാണ് ഇനി കെട്ടാൻ പോണത് കേട്ടോ. കല്ല് ഡാൻസ് കളിക്കാൻ പോണം. കല്ലിപ്പോ ട്രെൻഡിങ് ഡാൻസ് ഒക്കെ പഠിച്ചു കേട്ടോ. അങ്ങനെ അരിപ്പൊടി ജീരകം മഞ്ഞൾ അമ്മിമേലിട്ട്. അയ്യോ നമുക്ക് പാവയെ കെട്ടാൻ വേണ്ടി നമ്മുടെ കല്ലൂസും കൂടെ എന്നെ ഇവിടെ വരും. കല്ലൂസ് നേരത്തെ കറണ്ട് പോയായിരുന്നു കേട്ടോ. കറണ്ട് പോയി, കഷ്ടകാലം എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. കറണ്ട് പോയി. ഇപ്പൊ നല്ല വെട്ടവായല്ലേ. നമുക്ക് പാവയെ കേട്ടാം. കല്ല് താഴ്ന്ന് പറക്കി തരണേ. അമ്മ ദേ മുകളിൽ കേട്ടോ. അപ്പൊ നമ്മുടെ പാവയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് പാവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാവയൊക്കെ നമുക്ക് ഇതിലുണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ അലക്കാൻ വെച്ച് നമ്മുടെ താമസത്തിനൊപ്പം കുറച്ച് മാറാലേക്ക് അടിച്ച് പൊടിയൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ സർഫിൽ മുക്കി വെച്ചിരിക്കുകയാണ്. പനിയൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോരോ ഡേയ്സ് ആയിട്ട് നമുക്ക് എല്ലാത്തിനും വാഷ് ചെയ്തെടുക്കണം, കുളിപ്പിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമുക്ക് അടുത്ത് നമ്മുടെ തൂക്കൽ നാമാങ്കമാണ്. തുറപ്പ ഇവിടെ നമ്മുടെ ചേട്ടനൊക്കെ തുറപ്പെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ചൂടിനാണ് ചേട്ടനൊക്കെ അവിടെ തിരുവനന്തപുരം ഭാഷ പറയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവില്ല എന്താണ് പറയുന്നത്. അപ്പം നമ്മൾ തൂക്കാൻ പോവുകയാണ്. അതിൻ്റെ അടുത്ത പഠിച്ചുവാന് തുടങ്ങി, ഇപ്പോഴേ തുടങ്ങി കണ്ടില്ലേ. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം പറ്റിലാണ്. ഇതാണ് നമ്മുടെ മെയിൻ പാവ കേട്ടോ. ഈ പാവയാണ് ചിലരുടെ സാരിക്ക. ഞാൻ കല്ലൂർ സാരിക്കട മുകളിൽ ഈ പാവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാവ ഇപ്പൊ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് കേട്ടോ. പാവകൾ എല്ലാ പാവകളും ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാം അവളെ കുട്ടീസാണ്. പേരൊക്കെ ചോദിക്കണം. ചെന്നത്തെ പേരൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവൂല. അപ്പൊ നമുക്കെല്ലാം ഇതൊരു ക്യൂനായിരുന്നു കേട്ടോ. രാജകുമാരി ആയിരുന്നു ഇത്. ഇതിന്റെ തല എവിടെ കല്ലു? ഇതിന്റെ തലയും ഉടലും ഒക്കെ എവിടെ? അങ്ങോട്ടൊക്കെ നോക്കണം. ഇതിന്റെ ഒന്നും കാണാനില്ല. തലയൊക്കെ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാം കൂടെ കണ്ടുപിടിച്ച് ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. റെഡി ആയിട്ടുണ്ട്. എല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കല്ലൂസിനെ വലിച്ചു വാരുന്നത് എനിക്ക് അറിഞ്ഞു. നമ്മൾ കൊച്ചു ടി വി കൊടുത്തിരിപ്പുണ്ട്. അവിടെ ഇരിക്കുകയാണ് കണ്ടില്ലേ. എല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക്
ഹോളിന്റെ വിശേഷങ്ങളൊക്കെ പോവാം. ഉറപ്പാ വരും. ഹോൾ കണ്ടേ രാവിലെ ചായ കാപ്പി കുടിച്ചു. ആ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കാപ്പിയുടെ കാര്യം നമ്മൾ രാവിലെ കാപ്പി കുടിച്ചു. കല്ലിന് രാവിലെ മുട്ടയാണ് കൊടുക്കാറ്, മുട്ടയെ കൊടുത്തു. അപ്പൊ നമ്മൾ കാപ്പിയുടെ കാര്യം ചെയ്തില്ല. കാപ്പിയൊക്കെ നമ്മൾ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കാൻ പോകണം. കാപ്പിയെ കുറിച്ചിട്ട് നല്ല എല്ലാം അലങ്കലാക്കി കിടക്കുകയാണ്. നമുക്കിനി ഡൈനിങ് ടേബിൾ വൃത്തിയാക്കാം. ഡൈനിങ് ടേബിളും ഹോളും ഒക്കെ വൃത്തിയാക്കാം. നമ്മുടെ ചെടി സെക്ഷൻ ആണ് ഇത് കേട്ടാ. എന്റെ ചെടി സെക്ഷനാണ്. അനിയത്തിന്റെ സെക്ഷൻ കാണാം. തിരിച്ച് താഴ്ന്ന ഇതാണ് നമ്മുടെ അശ്വതിയുടെ ചെടി സെക്ഷനാണ് ഇവിടെ. ഇതൊക്കെയാണ് നമ്മുടെ കല്ലിന്റെ കുഞ്ഞലാണ് ചേട്ടാ. ഇത് കല്ലിന്റെ കുഞ്ഞേങ്ങളെ ആടുന്നതാണ്. അടിയടി ഇപ്പൊ അത് താഴ്ന്ന് കിടക്കുകയാണ്. ഇപ്പൊ കയറി വരെ ഞാൻ ആയി കിടക്കുകയാണ്. അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയായിരുന്നു. ലാസ്റ്റ് നമുക്ക് അടുക്കളയാണ്. അപ്പൊ നമുക്ക് അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് അടുക്കളയൊക്കെ അടുക്കള ഗ്ലാസ് വെച്ചിട്ടുള്ളൂ വൃത്തിയാക്കും. അപ്പൊ പണി അതാണ്. അതെ നമ്മളിവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി കസറുകളൊക്കെ മാറ്റുവാനുണ്ടെങ്കിൽ തൂത്ത് വൃത്തിയാക്കാൻ എന്നും തൂക്കണോടോ, എന്നും തൂക്കണം. കാരണം വെച്ചാൽ ഇവിടെ എപ്പോഴും മോളൊക്കെ ഉണ്ടായതുകൊണ്ട് പൊടിയും എല്ലാം നല്ല തുണി കിടക്കാണ്ട. ഇതെല്ലാം ഇതേക്കൂടെ നമ്മുടെ ഫാം കാണാൻ കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ ഫാമാണ്. അങ്ങോട്ട് കാണിക്കുക ശരി. കണ്ട കണ്ട നമ്മുടെ ഫാം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. മീൻകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നോക്കാൻ പറ്റും. മീൻ മേടിക്കാൻ വന്നത് കണ്ട. ഇവിടെ നമുക്ക് റോഡ് കാണാൻ പറ്റും ഗായ്സ്. റോഡ് കാണാൻ പറ്റും. ഈ മരത്തിനെ മാറ്റണമായിരുന്നു. ഇത് ഏത് മാവായിരുന്നടേ? ചേട്ടൻ്റെ പേര് പറഞ്ഞു. നേരത്തെ ശരിക്കും മാങ്ങയുണ്ടായിരുന്നു ഗായ്സ്. നേരത്തെ ശരിക്കും മാങ്ങയുണ്ടായിരുന്നു. ഇത് എന്തുവായിരുന്നു? കോട്ടുകോണ മാങ്ങയല്ലേ? കോട്ടുകോണ മാങ്ങയെന്നാണ് കേട്ടോ. വലിയ മരമാണിത്. നമ്മൾ ടെറസിലെ വിശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. നമുക്ക് കല്ലിനൊരു സംഭവമൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് ഇവിടുന്ന് റോഡൊക്കെ കാണാം കേട്ടോ. തോണ്ടൊരു പൂച്ച തോണ്ടടി ഒരു പൂച്ച. ഇതാണ് നമ്മുടെ അമ്മണി പൂച്ച. തോണ്ട അമ്മണി പൂച്ച. തോണ്ട എന്റെ കൈ വേറെ എങ്ങോട്ടൊക്കെയാണ് കാണിക്കണം. സൂം ചെയ്ത് കാണിക്കാം. ഞാൻ അമ്മണി പൂച്ച ഡി അങ്ങോട്ടൊക്കെ നോക്കണം കേട്ടോ. നമ്മളെ കാണുമ്പോ അവള് റോഡിലെടുത്ത് ചാടും. ഇതാണ് അവളെ ഹോബി. ഇന്ന് ഇവിടെ മഴക്കോളുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പ്രത്യേകം നമുക്ക് അടുത്ത പണിയിലേക്ക് പോകണ്ടേ? കിച്ചണിലൊക്കെ പണി കിടക്കുകയാണ്. പെട്ടെന്ന് വായോ. അപ്പൊ നമ്മളെ എല്ലാ സ്ഥലവും നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ ഹാളിലതും റൂമിലുള്ളതും പണികൾ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുക്കളയിൽ നമ്മൾ രാവിലെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയും തൂത്തുവരയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കാപ്പിക്കുള്ള ശേഷം ഭക്ഷണം കഴിക്കാനുള്ളവർക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ ആണെങ്കിൽ കഴുകി വൃത്തിയാക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ചെടിയുടെ കാര്യം പറഞ്ഞിട്ട് അശ്വതി നീ പറഞ്ഞില്ലല്ലേ? അമ്മണി പൂച്ച കണ്ടുമ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷെ മറന്നു പോയി ചേട്ടാ. നാണ്ടെ ഇതിന്റെ പേരെന്തുവായിരുന്നു? എന്ത് അയ്യോ പ്ലാനിന്റെ ഒക്കെ പേര് നല്ലല്ലേ അറിയാം. കൊണ്ട് നടാൻ പറഞ്ഞു ഞാൻ നട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ? ചേട്ടൻ്റെ ഫ്രണ്ടിൽ വീട്ടിൻ്റെ വലിയ ഒരു ചെറിയൊരു തയ്യാൻ കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ വലുതാകുമ്പോൾ വേറെ ചട്ടോട്ട് മാറ്റി നടാം. നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ കേട്ടോ ഫാമിന്റെ ഫ്രണ്ട് വശമാണ്. നമ്മുടെ കല്ല് ദിവസവും മുട്ടായി മേടിക്കാം. ഇങ്ങോട്ട് എന്റെ കൈ അയ്യ കുടുങ്ങി. അയ്യോ താണ്ട അവിടെ ഒരു മാമ നിൽക്കണ വേണ്ടോ? ആ മാമൻ അല്ലടി, അത് വേറെ മാമനാ. എന്താ കല്ല് പഴക്കടേന്നാണ് ആ കടയ്ക്ക് പറയണത് കേട്ടോ. എൻ്റെ മുട്ടായിയൊക്കെ ഉണ്ടോ? കല്ല് ഇവിടെ നിന്നിട്ട് അച്ഛൻ മുട്ടായി വേണമെന്ന് പറയുമ്പോൾ മേടിച്ചുകൊണ്ട് വരും. ഇത് പന്തൊന്നും കണ്ടില്ല. പന്ത് അപ്പുറത്തൂടെ കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ രാവിലെ മഴ തുടങ്ങിയിടേ. രാവിലെ നമ്മുടെ ഫാമിന്റെ ഫ്രണ്ട് വശമാണ് ഇത്. ഫാമൊക്കെ നമ്മൾ രാവിലെ തൂത്തുവാരിയിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. കണ്ട പോവാൻ കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നിങ്ങൾ നമ്മളങ്ങനെ തുറക്കൂല കേട്ടോ. നമ്മളങ്ങനെ യൂസ് ചെയ്യണില്ലല്ലോ. അല്ലാണ്ട് തുറക്കാത്ത കേട്ടോ. അതുകൊണ്ട് ഇവിടെ അപ്പുറം ഇപ്പുറം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതുവരെ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയാണ് കേട്ടോ. വർക്ക് ഏരിയയാണ്. സാമ്പാറൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സാമ്പാറാണ് കേട്ടോ. ഏത് കഷ്ണിക്കാണ് നമ്മൾ തേടാക്കണ സാമ്പാർ. മസാല ഒന്നും ചേർത്തില്ല കേട്ടോ. കഷ്ണങ്ങൾ മാത്രം ആക്കിയിട്ട് മതി പറഞ്ഞു. അപ്പൊ നമ്മൾ സാമ്പാർ കളിച്ചോണ്ടിരിക്കുന്ന മസാലകൾ നമുക്ക് ഇപ്പിടാം. മസാല എന്റെ സാമ്പാറിനെ കുറിച്ച് എന്റെ ചേട്ടന് ഭയങ്കര അഭിപ്രായമാണ്. അശ്വതീപിന് ഭയങ്കര അഭിപ്രായമാണ് എന്റെ സാമ്പാറിനെ കുറിച്ച്. ഈ വണ്ട കണ്ട അപ്പൊ നമ്മുടെ പയർ അടച്ചു വെച്ചിരിക്കുകയാണ്. പയറ് വേൾക്ക് കാട്ടില്ല. അപ്പൊ നിങ്ങൾ പയറിന്റെ കറുത്തിരിക്കണം. അത് കറുത്ത പയറാ. അത് തന്നെ. നിങ്ങൾ വേറുണ്ടല്ലോ കറുത്ത് കാപ്പിപ്പൊടി കളർ പയർ. നമ്മുടെ പാത്ര സെക്ഷൻ ഈ സാമ്പാർ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ പാത്രങ്ങളും എല്ലാം ഇരിക്കണം. നമ്മുടെ ബാക്കി പൊടി സാധനങ്ങൾ, മഞ്ഞപ്പൊടി, മുളകുപൊടി അങ്ങനെയുള്ള സാധനങ്ങൾ അരിയറ്റങ്ങളാണ് ഇരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ.
അപ്പൊ നമ്മള് ചോറടുപ്പിൽ വെച്ചിട്ടേ ഉള്ളായിരുന്നു രാവിലെ ആയിട്ട്. രാവിലെ തന്നെ ചോറടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറ് തിളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ തിളപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനിയുള്ളതെന്ന് വെച്ചാൽ സാമ്പാർ, വെഴുക്ക്, തോരൻ ഇനി വെക്കണം. തോരനൊന്നും അരിഞ്ഞു വെച്ചില്ല. അപ്പൊ ഇനി അതൊക്കെ വെക്കണം. തൂക്കാൻ പോയിരിക്കണം രാവിലെ. കാപ്പിയുടെ സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് ദോശയായിരുന്നു. ദോശ ചമ്മന്തി ഓംലേറ്റും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പറയാൻ മറന്നു, അതെടുക്കാൻ സമയമില്ല. അപ്പൊ നമ്മള് നേരത്തെ ജോലി ഒതുക്കിയിടേ. കാരണം ലൈവില് നമുക്ക് വീഡിയോസ് ഒക്കെ ഇടണ്ടേ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ജോലി ഒതുക്കി. അപ്പൊ നമ്മുടെ ചോറും ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ മീനാണ് കേട്ടോ. കല്ലിലെ വിളിക്കണുണ്ട്. സാമ്പാറൊക്കെ ഞാൻ നോക്കി. സാമ്പാറൊന്നും ആയില്ലടേ. വേണമെങ്കിൽ ഒരു സമയം എടുക്കും. നമുക്ക് ഇതൊന്ന് പൊരിക്കാനാണുള്ളത് കേട്ടോ. കായൽ മീനാണ് കേട്ടോ. ആ മീൻ അത് തന്നെ. എന്താ മീനിന്റെ പേര്? കായൽ മീനാണ് കേട്ടോ. കായൽ മീനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്ന് പൊരിക്കാനാണ് കേട്ടോ. അന്ന് ചൂരമീൻ ഉണ്ടായിരുന്നു. ഇന്ന് ചൂരമീനായിരുന്നു പൊരിക്കാൻ. ചൂരമീൻ പൊരിക്കായിരുന്നു. ഈ മീനാണെന്ന് പൊരിക്കാനുള്ള. ചൂരമീനാണ് നമ്മൾ കറി വെച്ചിട്ടുള്ളത്. നമുക്കിന്ന് ഇത് പൊരിക്കാം. നമുക്ക് അപ്പം ബാക്കിയുള്ളതൊക്കെ വിശേഷങ്ങൾ പറയണ്ടേ. എന്നിട്ട് നമുക്ക് പൊരിക്കണ വീഡിയോസ് ഒക്കെ ഇടാം. ഇവിടെ അല്ല, നമ്മളിപ്പോൾ സാമ്പാർ വെച്ചുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് കാണിച്ചു നമുക്ക്. അപ്പം നമ്മൾ സാമ്പാറിനുള്ള പൊടിക്കൈകൾ ഇടാൻ പോകാണ് കേട്ടോ. നമ്മൾ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവുകയാണ് ഗായ്സ്. നമുക്കിവിടെ എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലതല്ല, നല്ലത് കവർ മുളക് പൊടിയാണ് മേടിക്കണത്. പൊടിപ്പിച്ച മുളക് പൊടി ഇവിടെ മഴയല്ലേ, ഉണക്കി എടുക്കുമ്പോൾ തന്നെ മല്ലിപ്പൊടി അശ്വതി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്റെ സാമ്പാറിനെ കുറ്റവും പറയും ഗായ്സ്. എന്റെ സാമ്പാറിനെ ഇവിടെ കുറ്റവും പറയുകയും ചെയ്യും. നല്ല സാമ്പാറല്ലേ ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒന്നും കണ്ണിൽ അറിഞ്ഞൂടെ. ഇവക്ക് ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. ഇത് സാമ്പാർ പൊടി, അതറിഞ്ഞൂടെ കുട്ടി? 1 ടേബിൾ സ്പൂൺ ഒന്നുമല്ല. ഇടണോ അങ്ങോട്ട്? അപ്പൊ ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാമേ. അശ്വതി ഇതുവരെ സാമ്പാറിലേക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു വിടും. കൊല്ലാനുള്ള പുറപ്പാടാണ് പിന്നീട്. ഇന്ന് സാമ്പാർ വെച്ച് നമ്മളെ തട്ടിക്കളയും. അത് കഴിഞ്ഞ നമ്മളെല്ലാം സാധനങ്ങൾ മിക്സ് ചെയ്ത സാധനങ്ങളെല്ലാം തട്ടുകയാണ്. ഇളക്കി കൊടുക്കാം. സാധനം നമ്മളത് ഇറക്കി വെച്ചിട്ടാണ് ആക്കാറുള്ളത് കേട്ടോ. പുതിയ ഐറ്റം സാമ്പാറാണ്. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത സാമ്പാർ. എടി പോടി അശ്വതിയാണ്. എന്നെ ഏട്ടനും എല്ലാരും എന്നെ കളിയാക്കണം. ആനയ്ക്ക് കൊടുക്കാൻ പറ്റിയ സാമ്പാറാണ്. ആന ചങ്ങല പൊട്ടിച്ചോട് ആ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ കായം. ഇതൊക്കെ ആദ്യമല്ലേ ഇടുന്നേ? ആദ്യം പറഞ്ഞു. ആദ്യമൊക്കെ അല്ല ഇടും. ചിലര് ആദ്യം ഇടും, ചിലവര് എളുപ്പമൊന്നും പറ. ഉപ്പ് നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നേരത്തെ ജസ്റ്റ് നോക്കി. ആദ്യമായി ഉപ്പ് കുറവാണ്. അയ്യേ എന്താ പണി കാര്യം പറഞ്ഞിട്ടാണ് അവള് നോക്കണത് കേട്ടോ. സാമ്പാർ വെച്ച് കൊല്ല തട്ടിപ്പോകുന്നതായിരിക്കും. പൊടി എണീറ്റ് എൻ്റെ കുട്ടികളെ കാണുമ്പോൾ എൻ്റെ അടിക്ക് ഏടിയാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ചെയ്ത് കാണിക്കണത് എന്നാണ് നോക്കുന്നത്. ഇപ്പൊ കൂടിയതെന്നൊരു സംശയം ഇല്ലാതില്ല. പൊടി എണീറ്റ്. അപ്പൊ നമുക്കിനി പുളി, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുളി എടുത്തിട്ടായിരുന്നു. സാമ്പാർ തിളയോട് തിള. അപ്പൊ നമ്മൾ മല്ലിയില ഇട്ടുണ്ട്. മല്ലിയില ഞാൻ ആദ്യം ഇടുന്നത്. അശ്വതിക്ക് മല്ലിയില ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മല്ലിയിലയുടെ മണം കേൾക്കുമ്പോഴേ അശ്വതി ഓടും. അശ്വതി ഞാൻ പറഞ്ഞതേ പറഞ്ഞു. അശ്വതി ഓടും മല്ലിയിലയുടെ മണം കേൾക്കുമ്പോഴേ. പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ ഇഷ്ടപ്പെട്ടാണ്. നമുക്ക് തമിഴ്നാടിന്റെ ഒരു ഫീല് വരുമ്പോൾ മണമൊക്കെ അടിക്കുമ്പോൾ ഇഷ്ടമല്ല, ഛർദ്ദിക്കാൻ വരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളൊക്കെ മല്ലിയില ഉണ്ട്. ചില സ്ഥലത്തൊക്കെ മല്ലിയില. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്.
എന്താ നമ്മുടെ സാമ്പാർ കുളുകുളു നടത്തി വെച്ചു. അപ്പോൾ നമ്മുടെ സാമ്പാർ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വെളിയിലെ വിശേഷങ്ങളൊക്കെ പോകാം. നമ്മൾ അലക്കൊക്കെ നേരത്തെ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഡേറ്റത്ത് നിൽക്കണമെന്ന്. നമ്മുടെ വർക്ക് ഏരിയയിൽ നമ്മൾ തുണി കഴുകി ഇട്ടിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ അകത്തേക്ക് വേണ്ട കല്ലൂസിൻ്റെ ഉടുപ്പൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് വെളിയിലേക്ക് പോകാം കേട്ടോ. നല്ല മഴയൊക്കെയാണ് അവിടെ. നല്ല മഴയൊക്കെ, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെയാണ് തുണിയൊക്കെ അലക്കി ഇടുന്നത്. ഇതാണ് നമ്മുടെ പേരമരം കേട്ടോ. പേരമരം പേരക്കൊക്കെ ഉണ്ട്. അതാണ് തറയിൽ കിടക്കണം കേട്ടോ. രാവിലത്തെ മഴയും കാറ്റുമാണ്. അണ്ണി ചേട്ടന് പറയലടി അണ്ണി അല്ലേ ഇവിടെ അണ്ണാനൊക്കെ നമ്മള് നേരത്തെ പറിക്കുമായിരുന്നേ. കാക്ക തല വേണം. ഇവിടാണ് ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക്. നമ്മളിന്ന് പറിച്ചു ചേട്ടാ. പിന്നെ ഇവിടൊക്കെ നമുക്ക് മഴയുണ്ടാണ് വൃത്തിയാക്കാം. അതുകൊണ്ട് തന്നെ ഓണമാക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ അലക്കേരിയ. നമ്മുടെ അലക്കേരിയാണ് ഇവിടെ കേട്ടോ. നമ്മുടെ അലക്കേരിയ. അപ്പം നമുക്ക് പോകാം. ഇവിടെ അടച്ചിടണം. വല്ല എന്തെങ്കിലും വല്ല പറ്റുമ്പോൾ നമുക്ക് കയറി ഇരിക്കുകയാണ്. ശരി, ഇവിടെ ഇങ്ങോട്ട് ഫാമാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് ഫാമാണ്. നമുക്കിവിടെ വിറകൊന്നും അങ്ങനെ കിട്ടൂല കേട്ടോ. വിറകൊന്നും നമുക്ക് അങ്ങനെ കിട്ടൂല. നമ്മൾ വിറക് മേടിക്കുകയാണ് ചെയ്യണത്. കുറച്ചൊക്കെ നമ്മൾ അകത്താണ് ഇടണത്. പക്ഷെ ഇവിടെ ഫാം കൊണ്ടിടണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇടായിരുന്നു. ഫ്രണ്ട് സെക്ഷൻ കണ്ട മഴ രാവിലെ തൂട്ടതാണ് കണ്ടോ. തെങ്ങിനെ ഒക്കെ വീണ് ഇവിടെ എല്ലാം ഒരുമാതിരിയാണ്. മഴക്കോളുണ്ട്. ഇവിടെ മഴക്കുണ്ടാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് റോഡാണ്. അല്ലേ ഇവിടെ എന്താ വെച്ചിട്ട് പോയാടേ. നമ്മള് കല്ല് ഉണ്ടായത് കൊണ്ടേ ഫ്രണ്ട് അടച്ചിട്ടിരിക്കണോണ്ട് എന്താ വെച്ചിട്ട് പോയേട്ടാ. രാജകുമാരിയുടെ 24 ആനിവേഴ്സറിയുടെ ആണ് കേട്ടോ. അപ്പോൾ വന്നോണ്ട് നമുക്കിത് കിട്ടില്ല. ഈ മഴ തന്നെ ഇവിടെ ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു. എടുക്കാൻ പറ്റേണ്ട കാരണം. അപ്പം നമ്മളിനി ചെടി സെക്ഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. ചെടി സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്കിതേ നമ്മൾ ചെടി സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഇത് നമ്മളെ ഇവിടെ നിന്നായിരുന്നു വെഞ്ഞാറമൂട് മേളയെന്നാണ് മേടിച്ചത് കേട്ടോ. നമുക്ക് വെഞ്ഞാറമൂട് മേളയെന്നാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് അറിയാവോ, വർഷത്തിൽ ഒരിക്കലേ ഇത് പൂക്കത്തുള്ളതെന്ന്. അങ്ങനെയാണ് നമ്മൾ മേടിച്ചത്. ഇത് മാസത്തിൽ പൂക്കും. ഓ ഇതെല്ലാം ബാക്കിയുള്ള ചെറിയ ജമന്തി ഉണ്ടല്ലോ, പല പല കളറ്, വെള്ള, റോസ്, ചോപ്പ് കൊണ്ടുവന്നപ്പോൾ ഇതിലൊക്കെ പൂവുണ്ടായിരുന്നേ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും പൂത്തിട്ടില്ല. ഇതുവരെ ഇത് പൂത്തിട്ടില്ല. പക്ഷെ ഈ ഒരു ഇത് പൂക്കൂന്ന് പറഞ്ഞ് നമ്മുടെ ജമന്തി മാസത്തിൽ പൂക്കുകയാണ്. അടുത്ത മുട്ട് വന്നിട്ടുണ്ട്. ഇനി അന്നിങ്ങനെ അടുത്ത മുട്ട് വന്നിട്ടുണ്ട്. ഇത് വലിയ ചെടിച്ചട്ടിൽ നടണം കേട്ടോ. ഇത് പൂതാണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കല്ലുമ്മ അത്തപ്പൂട്ടതാണ്. ഓണം അല്ലേ, നേരത്തെ കല്ലൂസ് അത്തപ്പൂട്ട് കളിച്ചതാണ്. ഇത് നല്ല മണമാണ് കേട്ടോ. നല്ല മണം, നല്ല മുല്ലയുടെ മണമാണ്. അപ്പോൾ കല്ല് കാത്ത നമ്മൾ കോളേജിൽ വെച്ച് നോക്കിയത് കല്ലൂസ് ഇറങ്ങിയത്. ഇത് നമ്മുടെ റോസയാണ്. ഇതെല്ലാം നമ്മൾ മേളയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ മഴ ആയതുകൊണ്ട് വേണ്ട, മഴ ആയതുകൊണ്ട് നമ്മളെല്ലാം വിട്ടിരിക്കുന്നതാണ്. എല്ലാം പൊടിച്ചതാണ് കേട്ടോ. എല്ലാം പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മഴയായതിനാണ് ഞാൻ വെള്ളം എടുക്കാതിരുന്നത്. വെള്ളം ഒന്നും അടിച്ചില്ല. ഇതൊന്നും നമുക്ക് വെള്ളമൊന്നും കൊടുക്കില്ല. ആണ്ടെ ഇതൊക്കെ ചേട്ടൻ എവിടെ നിന്നായിരുന്നു? ഇത് നമ്മൾ ഇവിടെ വെമ്പായത്തു നിന്നാണ് മേടിച്ചത്. ഇവിടുത്തെ ചേച്ചിയുടെ കടയിൽ നിന്നാണ് മേടിച്ചത്. നല്ല പൂവാണ് കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളറൊക്കെ നല്ല ഇവിടെ ഉണ്ട്. നല്ല കളറൊക്കെ കല്ലൂസ് വിളിക്കണമെന്ന് തോന്നുന്നു. ഞാൻ കല്ലൂസിനെ എടുക്കട്ടെ. നമ്മുടെ കല്ലൂസിന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കല്ലൂസ് കണ്ട നോട്ടീസ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കണം. കല്ലൂസ് ഒന്ന് വായിച്ചു കൊടുത്ത എല്ലാവർക്കും വായിച്ചേ. ഇതൊക്കെ എന്തുകൊണ്ടൊക്കെ നോക്കണം കേട്ടോ. അപ്പോഴാണ് ബാക്കിയുള്ളതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നു. ഇവിടെ വെച്ചപ്പോഴാണെങ്കിൽ ചെറിയ പുഴുവൊക്കെ കടിച്ച് ഭയങ്കര ഇലയൊക്കെ ഒരുമാതിരി ആയിരുന്നു. അപ്പോൾ പൊടിച്ചതൊന്നുമില്ല, ഉണങ്ങിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ വെട്ടി വെച്ചിട്ട് ചേട്ടനാണ് ഇതൊക്കെ വൃത്തിയാക്കണത് കേട്ടോ. വെട്ടി വെക്കണതൊക്കെ ചേട്ടനതൊക്കെ വെട്ടി വൃത്തിയാക്കിച്ചിട്ടുണ്ട്. ചേട്ടനും അശ്വതി നമ്മളെല്ലാം സഹായിക്കും കേട്ടോ. ഇതിൽ വെള്ളപ്പൂവാണ്. ഇതിൽ വെള്ളപ്പൂവാണ് കേട്ടോ. ഇതിൽ വയലറ്റ് പൂവല്ലേ ഇവിടെ വരണം സാധാരണ. നടന്നാണ്ട് ഇതിൻ്റെ വെള്ളയാണ് മേടിച്ചത്. വലിയ ചെടിച്ചട്ടിൽ നടണം കേട്ടോ. മഴയായതുകൊണ്ട് നമ്മൾ വെളിയിലോട്ട് ഇതിനൊന്നും ഇറക്കിയില്ല. അരിമുല്ല റോസ, ചെറിയ റോസ. ബാക്കി നമുക്ക് ഇങ്ങോട്ടൊക്കെ ഉള്ളത് ഇങ്ങോട്ട് വന്ന കാക്കപ്പൂക്കളാണ്. കാക്കപ്പൂക്കൾ ഒരെണ്ണം നട്ടതാണ് പൊടിച്ച് കേട്ടോ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ മേടിച്ചതാണ്. ഞാൻ മേടിച്ചത്. ആ പൂ ഇത് ചുവന്നതാണ് കേട്ടോ. ചുവന്ന മൊട്ട് മാത്രം റോസയാണ്. ഇത് വെള്ള റോസയാണ്.
മഴയായതുകൊണ്ട് മൊത്തം നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് കാട് കയറി കിട്ടുന്നത്. ഇത് 10 മണി. ഇതൊക്കെ തന്നെ നമ്മുടെ പൂന്തോട്ടങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് ടെറസാണ്. ടെറസ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നല്ല മഴയൊക്കെ തിരിച്ച് കിടക്കുകയാണ്. കല്ലൂസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കല്ലൂസിന് വിശാലമായി ഓടിക്കളിക്കാൻ പറ്റിയ നല്ല ടെറസൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ദിവസം തൂത്തൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ ഇടാം, വീഡിയോസൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. കാഴ്ച നല്ല മഴയായിരുന്നു. പേരക്കയൊക്കെ പറിക്കാൻ പോകണം. കുരങ്ങനൊക്കെ വരും ഇവിടെ കേട്ടോ. കുരങ്ങനൊക്കെ വരും. പേരക്കയുടെ സീസൺ ആയതുകൊണ്ട് അപ്പോൾ കുരങ്ങനൊന്നും കാണാനില്ല. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്തൊക്കെ പറയണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മീൻ പൊരിക്കണ്ടേ? സാമ്പാർ എന്തായെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കാര്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് പോയി നോക്കിട്ടിരാം. അപ്പം നമ്മുടെ സാമ്പാർ എന്തായാലും നോക്കുന്നത് വെളിയിൽ വെച്ചിട്ട് വന്നത്. അശ്വതി പറഞ്ഞതുപോലെ അടിയപ്പിടിച്ചോ കാര്യം ഇല്ലില്ല. പിന്നെ മണം പരക്കുന്നുണ്ട്. ചൂട് ചൂടാന്നൊക്കെ ഞാൻ ഇപ്പോഴും പഴയതുപോലെ കുക്കിംഗ് ചെയ്യുന്നെങ്കിലും കടുകൊക്കെ ഇട്ടിട്ട് ഓടും കേട്ടോ. ഞാൻ കടുക് ഇട്ടിട്ട് ഞാൻ അവിടെ പോയി നിൽക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ് സാവധാനം വരും. സാവധാനം വന്നിട്ടാണ് നോക്കണം കടുക് പൊട്ടിയ. അപ്പോൾ ഒരു ദിവസം വാരണം പൊട്ടിയെന്നെ കണ്ണിൽ വീണ് കേട്ടോ. നമ്മുടെ സാമ്പാർ കല്ലൂസ് ഇവിടെ പഴം തിന്നുന്നു. കോളിംഗ് ബെൽ ഇട്ടപ്പോൾ കല്ലൂസ് പേടിച്ച് പോയി കേട്ടോ. കല്ലൂസ് പെണ്ണ് പേടിച്ച് പോയി. വേറെ ആരും വന്നെന്നും പറഞ്ഞാണ് കല്ലൂസ് പെണ്ണ്. അപ്പോൾ സാമ്പാർ തിളക്കട്ടെ. അപ്പോൾ നമുക്ക് മീനൊക്കെ വൃത്തിയാക്കി എടുക്കാം. മീൻ പൊരിക്കാം. പൊരിക്കലാണ് അടുത്ത സെക്ഷൻ. അപ്പം നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് പാരേന്നാണ് കേട്ടോ. പാര, വേളപ്പാരയുടെ കുട്ടിയാണത്. ഞാൻ ചോദിച്ചു അവരിവിടെ ഏത് മീൻ എന്തിന്റെ പേരാണ് പറയണേന്ന് അറിഞ്ഞൂടാ. അവരിതിന് വേളപ്പാരയുടെ കുട്ടി, നമ്മളിതിനെ പാര തന്നെയാണ് പറയണത്. അപ്പം നമുക്കിതിനെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കൊല്ലംകാർക്ക് ഇത് പാരമീനാണെങ്കിൽ തിരുവനന്തപുരംകാർക്ക് ഇത് വേളപ്പാരയുടെ കുഞ്ഞ് ആയിരിക്കാം. കാരണം അവരൊക്കെ എങ്ങനെയാണ് പറയുന്നതൊക്കെ അറിഞ്ഞൂടാ. നമ്മളൊക്കെ എങ്ങനെ അപ്പോൾ നമ്മുടെ പാര നമ്മളിത് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാരമീൻ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. അതായത് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. സാധനങ്ങളൊക്കെ നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് അശ്വതി ഇവിടെ ഇത്തിരി കാമോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് കഴിക്കും. കുറച്ച് മീനുകളാണ് ഞാൻ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. വഴി അങ്ങോട്ട്. അയ്യോ അശ്വതി കൊല്ലാൻ നോക്കാനുള്ള പുറപ്പാട്. നീ നേരത്തെ എന്നെ സാമ്പാറിനിലാണ് അശ്വതി കുറ്റാൻ പറഞ്ഞത്. എന്ത് പാട്. മീനും കൂടെ ഇട്ടു. കുറച്ചുകൂടി മസാല ഇടായിരുന്നു. മസാല കുറച്ച് മതിയുടെ. നല്ല എരിയുള്ള മുളക് പൊടിയും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം കണ്ട മസാല. പിന്നെ ഇവിടെ എന്ത് കുക്കി ചെയ്യുകയാണ് കേട്ടോ. അടുക്കള തന്നെ ഉണ്ട്. കല്ലുവിന് സാമ്പാർ വന്നു. കല്ല് സാമ്പാറിൻ്റെ മണം പിടിച്ചപ്പം അവൾക്കപ്പം മാഗി വേണം. അങ്ങനെ നമ്മുടെ അശ്വതി മാഗിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ നമുക്ക് അങ്ങോട്ട് നോക്കാം കേട്ടോ. ഇതിനെ നമുക്ക് ഗ്യാസിൻ്റെ അടുത്തോട്ടൊക്കെ കുറച്ച് മസാലയൊക്കെ പിടിക്കട്ടെ കേട്ടോ. നമ്മളാണ് അശ്വതി മാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അശ്വതിയുടെ സാധനം. അശ്വതി ആൾക്കാരെ കൊള്ളിക്കണ സാധനം കേട്ടോ. അപ്പൊ എനിക്ക് മാത്രം എന്താ അങ്ങനെ? അതല്ല കല്ലൂസിന് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ കല്ലൂസിന് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ മാഗിയൊക്കെ തിന്നിട്ട് ബാക്കി നമ്മുടെ മീൻ പൊരിക്കണ്ടേ. അപ്പം നമ്മുടെ മീനൊക്കെ മസാല തേച്ച് ഇട്ടിരിക്കുകയാണ്. എൻ്റെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മണത്തിന്. ഏട്ടൻ എപ്പോഴും വഴക്ക് പറയാം. കാരണം വെച്ചാൽ എനിക്ക് കറിവേപ്പില ഭയങ്കര വീക്ക്നെസ് ആണ് ഗൈസ്. കറിവേപ്പില കണ്ടാൽ ഞാൻ മൊത്തം തോരനകത്ത് കറിവേപ്പില തോരൻ എന്ന് പറയും. അതേപോലെയാണ് ഞാൻ തോരനൊക്കെ വെക്കുന്നത്. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് മീൻ പൊരിക്കാൻ വെക്കാം. മീനെ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാതി മണി തീരും. പാത്രങ്ങളും ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ മീനും കൂടെ വറുത്താൽ മതി. നമ്മുടെ കല്ലൂസും ഉണ്ട് കേട്ടോ. കല്ലൂസ് കണ്ട കല്ലൂസ് ഗ്യാസ് കത്തിക്കണ്ട. കല്ലൂസും പാചകമാണോ? നമ്മളെ മീമി എന്ത് ചെയ്യാൻ പോവാ? വറുക്കാൻ പോവാന്ന് പറ. നമ്മൾ മീൻ്റെ തലയും എടുക്കുക കേട്ടോ. ഈ തല ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അശ്വതിക്കൊന്നും ഇഷ്ടമല്ല. അശ്വതിയും കല്ലൂസും ഒക്കെ തന്നെ.
കല്ലുസലും തിന്നില്ലല്ലോ. എന്നാ എരിയാണെങ്കിൽ പറ്റൂലല്ലോ. പിന്നെ ഏരിയിലോട്ടേ വരൂല. ഇച്ചിരി മുള്ളൊക്കെ നോക്കി നമ്മൾ നല്ലത് കൊടുക്കണം. കണ്ടാ നമ്മുടെ കല്ല് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് തുടങ്ങി. ഈ പൊട്ടിത്തെറിക്കണത് ഭയങ്കര പേടിയാണ് കേട്ടോ. എങ്ങനെ കല്ല് വാ ചൂപ്പാ. മസാലയും ഉണ്ടായിരുന്നു. ഈ കുറച്ച് വെക്കാം. കല്ലു നീ എന്ത് ചെയ്യണം? കല്ലും പാചകോ? അയ്യോ മിനിയില്ല. നമ്മുടെ പാരക്കുട്ടി തിരിച്ചിടാൻ പോവുകയാണ്. വറുത്ത് പാര വറുത്തതുണ്ട്. തിരിച്ചിട്ട് കേട്ടോ. അയ്യോ അവനൊക്കെ പണ്ട് ഞാൻ സൈഡിൽ നിൽക്കുന്ന എണ്ണ ഒക്കെ പൊട്ടിച്ച് എന്നു പറയുന്നത്. അയ്യോ വെളിയിൽ പോയാണിത്. നമുക്ക് ആ സ്ഥലം കൂടെ വെന്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം തിരിച്ചിട്ട് കണ്ണ് കണ്ടൂടെ അസുഖം വേണ്ട. മണമൊക്കെ വന്ന് തുടങ്ങി. അയ്യടി വേണ്ട പണമൊക്കെ ഉള്ളു. പിന്നെ എന്നെ എരിയ പോളി. നമുക്ക് മീനിവിടെ പക്ഷെ നമ്മുടെ പണി തീരും കേട്ടോ. മീനിവിടെ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സകല പണികളും തീരുമയോടെ പൊരിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അരിമീൻകറിയായി, തോരനായി, വെളുക്കായി, സാമ്പാറായി പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കും. ഇപ്പം സമയം എത്രയായി കാണും? 12:30 സമയം നോക്കാറുണ്ട്. 12:30 ഞാൻ അശ്വതി പറഞ്ഞറിയുമോ ഗൈസ്? അശ്വതി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ. അശ്വതിയുടെ സമയം ചിരിക്കാന്ന് 1:30 അശ്വതിയുടെ സമയം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീനപ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കതിൽ ഓഫ് ചെയ്യാതെ പിന്നെ ഗ്യാസ് കൂടെ നോക്കി. ഗ്യാസിൻ്റെ അടുത്ത് നല്ല പേടിയാണ്. നമ്മുടെ മീൻകുട്ടന്മാരെ നമ്മൾ വറുചട്ടിയിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇനി നമ്മൾ കഴിക്കുന്നത് നമ്മൾ വായിക്കും. അശ്വതി കൊതിവിടല്ലേ? ഞാനിപ്പോഴേ കഴിക്കത്തില്ലല്ലോ. നല്ല എണ്ണ ഉണ്ട്. നല്ല എണ്ണ കൈ മാറ്റി ചൂട് എണ്ണ. കല്ലുനി മീൻ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. മഴയാണ്, നല്ല മഴക്കോളം. ഇന്നും ഇനി മഴയായിരിക്കും. രാവിലെ നല്ല മഴയായിരുന്നു. നമ്മൾ ഈ മീൻ വറുത്ത ചട്ടിയിൽ തന്നെ ചോറിട്ട് തിന്നാൻ ഇഷ്ടമുണ്ടായിരുന്നു ഉള്ളവർ കമന്റ് ഇടണം. ശരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അശ്വതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫാൻ ആയതുകൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നല്ല മസാല ബാക്കിയെല്ലാം നമുക്ക് നമുക്ക് ചൂടോടെ അടച്ചു വെക്കാം. നമ്മുടെ ബാക്കിയുള്ള എല്ലാ പണികളും തീർക്കട്ടോ. പിന്നെ ഹാളിലേക്ക് പോകാല്ലേ? ഹാളിലോട്ട് എന്താ ആക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഹാളിലേക്ക് പോവാം. ഇവിടെ വെട്ടം അടച്ചിട്ടുണ്ട്. അവിടുത്തെ വെട്ടം അടച്ചിട്ടില്ല.
ഓ അശ്വതി സാഹിത്യത്തിന്റെ മോളായ പെണ്ണ് ഇവിടേക്ക് വട്ടി വരിട്ട് ആവശ്യമില്ലല്ലോ പല്ലൂസിലെ തറയത്തുമ്പോൾ കളിക്കണം. പണികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പണികളൊക്കെ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെയാണ് ലൈവ് ഇരിക്കുന്നത്. എല്ലാവരും ചോദിക്കണം നമ്മുടെ ലൈവ് ഇടുന്ന ഇവിടെയാണ്. കഴിഞ്ഞ ലൈവ് ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു ആരൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചാലും ചോദിച്ചു എനിക്ക് വീട്ടിൽ ചെയറില്ലേ എന്താ ഞാൻ ചെയർ വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട നമ്മുടെ വീട്ടിൽ 4 ചെയറുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ വീഡിയോ ഇട്ടത്. ഇത് ഞാൻ ഇപ്പൊ പറയാൻ കാര്യം വെച്ചാൽ അത് അപ്പം പറഞ്ഞതുകൊണ്ടാണ്, ലൈവിൽ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ലൈവ് കൂടുതലായിട്ട് ഇടുന്നത്. ഇപ്പൊ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിയത്. ഇവിടെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ ഇവിടെ മോളൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഇവിടെ തന്നെ എന്തിടി ഇപ്പം നമ്മൾ ഇവിടെ തന്നെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് അടിക്കണം, കല്ലിന് കൊടുക്കണം. മീനെ കുളിച്ച് റെഡിയാണ്. രാവിലെ കുളിച്ചതാണ്. ഇപ്പം കണ്ടില്ലേ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ദേഹത്തൊക്കെ നല്ല കഴുകിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുളിച്ച് റെഡി ആവണം, ലൈവിലിരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.